തീരെ ഡയലോഗ് അടിക്കണം. ഞാൻ ഉണ്ട് മറ്റേ സോഫയിൽ കൊള്ളല്ലേ വെടി ഉണ്ടോ? ഞാൻ വെച്ച വെടിയല്ല. ഓ കാണുമ്പോഴും കേൾക്കുമ്പോഴും വ്യക്തത ഉണ്ടായിരുന്നു. അല്ല അപ്പൊ വെച്ച വെടിയാ. അല്ല അപ്പൊ ചേട്ടൻ വന്നിട്ട് പറയണ്ടല്ലോ ഞാൻ അതിനു മുന്നേ ബാംഗ്ലൂർ റൈഫിൾ ക്ലബിൽ നിന്ന് ഏറ്റവും നല്ല വെടിവെപ്പുകാരനുള്ള ഗോൾഡ് മെഡൽ വാങ്ങിയവനാണ്. അത് തന്നെയായിരുന്നു. ഞാൻ മാറിപ്പോയി വെടിവെച്ചത്. അവിടെ ഞാൻ വെടിവെക്കുന്നില്ല, വെടിവെക്കുന്നതാണോ? നീ എങ്ങനെ ഓടിയാലും ഞാൻ എന്റെ വെടിവെക്കുന്നില്ല, തല വെടിവെച്ചിടുന്നു. വെടിവെച്ചിട്ടില്ല. ഇങ്ങനെയാണ് നിങ്ങള് ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യണമെങ്കിൽ നാട്ടിലും പ്രശ്നങ്ങളൊന്നും അറിയേണ്ട കേട്ട്. അതെ, ആ പടത്തിൽ ഞാൻ വെടിവെക്കുന്നില്ല. തോക്കെടുത്ത് കൈപിടിച്ചിടണമല്ലോ. വെടിവെച്ചത് ദീപ്തിയാ. അതാണ് സോഫയെ കൊള്ളുന്നത്. ഇറ്റലിയിൽ നിന്ന് വാങ്ങിയ സോഫ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ മനസ്സിലായി ഞാൻ പണം കണ്ടെന്നുള്ളതിന്. നന്നായി മനസ്സിലായി. വേറെ ആരും കണ്ടല്ലാന്ന് തോന്നുന്നു. ഇപ്പൊ ഭീമന്റെ വഴി കണ്ടവർ, ഇപ്പൊ പടം കാണാത്തവരെ സംബന്ധിച്ചിടത്തോളം ഭീമന്റെ വഴിയിൽ കണ്ട ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള റോള് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഈ താനാരയിലേക്ക് വരുമ്പോൾ ശരിക്കും അങ്ങനെ വല്ല വ്യത്യസ്തതയുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യസ്തതയൊന്നുമില്ല. പക്ഷെ അതിൽ എന്താ പറയാ, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ട് കോമഡി ഉടനീളമുള്ള ഒരു സിനിമയിൽ കോമഡി ചെയ്യുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമാണ് എനിക്ക്. അത് എനിക്ക് വലിയ വ്യത്യാസമാണ്, അവർക്ക് വ്യത്യാസമാണ് എന്താണെന്ന് എനിക്കറിയില്ല. പടം കണ്ടിട്ടില്ല. കാണാത്തവർക്ക് വേണ്ടിട്ട്, അതായത് പ്രതീക്ഷിച്ചു വരുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും ഹാൻഡിൽ ചെയ്തിട്ടില്ലല്ലോ വേറെ പടങ്ങളില്. ഇതുവരെ ചിന്നുവിനെ നമ്മൾ കണ്ടിട്ടില്ല. ചിന്നുവിനെ ഇന്ന് അങ്ങനെ എക്സ്പെക്ട് ചെയ്യില്ലാത്തൊരു ക്യാരക്ടറാണ് ഇതില്. ശരിയാണ് ക്യാരക്ടർ വ്യത്യാസം. പടത്തിൽ